أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما آفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين. قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا آمين. സൂറത്തുൽ അഹ്സാബിലെ 49-50 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതിയത്. വളരെ കുറച്ചൊരു ദൈർഘ്യമുള്ള ആയത്തുകളാണ്. അതിശക്തമായ അള്ളാഹുവിൻ്റെ ചില വിധികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു പക്ഷേ കല്യാണവും വിവാഹമോചനവും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഹുക്കുമുകൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ അള്ളാഹു അതിനെ നന്നായി മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ അതിനെ പറയാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഉപദേശങ്ങൾ കൊടുത്തതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ സംസാരം. ആയത്തുകൾ പഠിപ്പിച്ചത് അതാണ്. നബിയുടെ 5 വിശേഷണങ്ങളെ പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ആദരവും സ്ഥാനവും ഈ ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തി. സൂറത്തുൽ അഹ്സാബ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രം അവതരിച്ചൊരു സൂറത്ത് പോലെ നമുക്ക് എന്ത് ചെയ്യും, തോന്നിപ്പോകും അതിലെ ഓരോ ആയത്തുകളും. ഇന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ. നമ്മൾ ഓരോരുത്തരുടെ ഒരു ഭാഗമാണ്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ, മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനാത്തുകളെ വിവാഹം ചെയ്താൽ. നകഹ എന്ന വാക്കിന്റെ അർത്ഥം വിവാഹം കഴിയുക, നിക്കാഹ് കഴിക്കുക എന്നാണ് അല്ലേ. ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനാത്തുകളെ. ആരെ വിവാഹം കഴിക്കേണ്ടത്? സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, പെണ്ണുങ്ങൾ വിവാഹം ചെയ്യപ്പെടാ 4 കാര്യത്തിന്റെ മേലാണ് അധികവും ഭൂരിഭാഗം. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുക 4 കാര്യത്തിനാണ്. ഒന്ന്, പലപ്പോഴും പലരും കണക്കാക്കൽ ലിമാലിഹ, അവളുടെ സമ്പത്ത് നോക്കിയിട്ടാണ്. വലി ജമാലിഹ, ചിലപ്പോൾ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കും. വലി ഹസബിഹ, തറവാട്ട് മഹിമ നോക്കും ചില ആൾക്കാർ, കുടുംബ ബന്ധമൊക്കെ. വലി ദീനിഹ, 4-മത്ത് ദീന് നോക്കിയിട്ടും ചില ആൾക്കാർ കല്യാണം കഴിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ കൊണ്ട് നീ വിജയിക്കുക എന്നാണ്. ഫദ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ളുഫർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മഹാവിജയങ്ങൾ നേടാന്നാണ്, തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല്. ജീവിതം വിജയിക്കുക, ഹത്തിലും പരത്തിലും വിജയിക്കൽ ആരെ കൊണ്ടാണ്? ദീനുള്ളവളെ കൊണ്ടാണെന്നാണ്. സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. സമ്പത്തില്ലെങ്കിലും ഇനി തറവാട്ട് മഹിമല്ലെങ്കിലും ദീനുണ്ടോ,
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ച് ജീവിക്കുന്ന സൽക്കർമ്മം ചെയ്യുന്ന ഒരു സദ്വൃത്തയായ സ്ത്രീ ഉത്കൃഷ്ടയാണ്. ദുനിയാവിൽ വെട്ടിപ്പിടിക്കുന്ന എന്താത്തിനേക്കാളും ശ്രേഷ്ഠയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു നമ്മളെ ആ ഒരു രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുമാറാവട്ടെ. ഇവിടെ റബ്ബ് പറയാം, വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ വിവാഹം കഴിക്കണം, അതിന്റെ നിയമങ്ങളും മര്യാദകളൊക്കെ. ഇനി ഒരാൾ വിവാഹം ചെയ്തു, മുഅ്മിനാത്തുകളെ വിവാഹം ചെയ്തു, സുമ്മ ത്വല്ലഖ്തുമൂഹുന്ന, പിന്നെ നിങ്ങൾ അവരെ ത്വലാഖ് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകൂല എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യാ? ബന്ധം വേർപിരിയാം. അത് ഇസ്ലാം വെച്ച ചില നിയമങ്ങളാണ്. കണ്ടിട്ടോ, മറ്റു മതങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ത്വലാഖ് പാടില്ല എന്നാണ്. ഇപ്പൊ ക്രൈസ്തവ മതം, അവരുടെ ഇതിൽ എന്തില്ല, ത്വലാഖില്ല. പിന്നെ ഈ ഭാര്യനെ ഒഴിവാക്കണമെങ്കിൽ അവർ പലപ്പോഴും പലതും എന്താണ്, പല അപകട മരണങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ യോജിച്ചു പോവില്ല എന്ന് കാണുകയാണെങ്കിൽ ത്വലാഖ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അത് ആണിനുണ്ട്, സ്ത്രീക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുപുത്രൻ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ മോചനം നടത്തിയില്ല. ആരായിരുന്നു നബി പത്നി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വിവാഹം ചെയ്തതൊക്കെ ഹിജാബിന്റെ ആയത്തൊക്കെ നമ്മൾ വിശദീകരിച്ചത് ഓർമ്മയില്ലേ? മറന്നുപോയാ? പേര് മറക്കാൻ പാടില്ലല്ലോ, നമ്മളെ ഉമ്മല്ലേ, സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് ജഹ്ഷ് ഭയങ്കര തറവാട്ട് മഹിമയുള്ളവരായിരുന്നു. ആദ്യം അവർക്ക് വിവാഹം കഴിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല സെയ്ദിനെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യപ്പെടുത്തിയിട്ട് നബി എന്ത് ചെയ്തതാണ്? വിവാഹം നടത്തിച്ചതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പിന്നീട് അവർ മുന്നോട്ട് പോവില്ല എന്ന് കണ്ടപ്പോൾ വിവാഹമോചനം ചെയ്യപ്പെടുകയും ചെയ്തു. മുഅ്മിനാത്തുകളെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം മുന്നോട്ട് രണ്ടുപേരും ഒരുമിച്ച് പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? ത്വലാഖ് ചെയ്യാം. ത്വലാഖ് ഇസ്ലാം അനുവദിച്ചതാണ്, അള്ളാഹു വെച്ച അള്ളാഹിന്റെ നിയമമാണ്. പക്ഷേ ത്വലാഖുമായി ബന്ധപ്പെട്ട് കുറെ മര്യാദകളും കുറെ നമ്മൾ ആചരിച്ചു പോരേണ്ട കുറെ രീതികളുമുണ്ട്. അതാണ് റബ്ബോട് ഓർമ്മിപ്പിക്കുന്നത്. ഇനി ത്വല്ലഖ്തുമൂഹുന്ന, അവൾമാരെ നിങ്ങൾ ത്വലാഖ് ചെയ്താൽ എന്തിനു മുന്നേ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന്. മസ്സയമുസ്സു എന്ന വാക്കിന്റെ അർത്ഥം ശരിക്ക് സ്പർശിക്കുന്നതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഇവിടെ മസ്സയമുസ്സു എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അധികവും അവരോടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ്. വിവാഹം ചെയ്തു, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ തലാഖ് ചെയ്താൽ, ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദ്ദൂനഹ, അവൾമാർക്ക് ബാധ്യതയില്ല നിങ്ങൾക്ക് വേണ്ടി അവർ ഇദ്ദ നിങ്ങൾ ഒരു പുരുഷന്മാരുടെ അവകാശമാണ് ഒരു ഭാര്യ എന്ത് ചെയ്യേണ്ടത്? വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവള് ഇദ്ദ ഇരിക്കുക എന്ന് പറഞ്ഞത്. എന്തിനാ ഇദ്ദ ഇരിക്കുന്നത്? എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിൽ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇതിൽ കുട്ടിയുണ്ടോ കുഞ്ഞുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ശരിക്കും ഇതിന്റെ ഉദ്ദേശം. കാരണം ഈ കുട്ടിക്ക് വംശപരമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ആരാ? പിതാവാണ്. അപ്പൊ പിതാവിന്റെ അവകാശമാണ് ഇവളെന്ത് ചെയ്യുക? ഇദ്ദ ആചരിക്കുക എന്നുള്ളത്. ഒരു മുഅ്മിനത്തായ സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇനി അതല്ലെങ്കിൽ ത്വലാഖ് ചെയ്യപ്പെടല്ലാതെ ചിലപ്പോൾ ഭർത്താവ് മരിക്കണമെങ്കിലും അവളെന്ത് ചെയ്യണം? ഇദ്ദ ആചരിച്ചു പോരണം. അതിൻ്റെയൊക്കെ കണക്കും പറഞ്ഞു. വേറെ സൂറത്തുകളിലൊക്കെ പറഞ്ഞു, ഒരു മുത്തല്ലഖാത്താണ് യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, 3 ശുദ്ധികാലം അവരെന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവ് മരിച്ചവരാണെങ്കിൽ 4 അശ്ഹുരിൻ വ 10, 4 മാസം 10 ദിവസവും എന്ത് ചെയ്യണം? അവർ ഇദ്ദ ആചരിക്കണം എന്ന് പറഞ്ഞു. വേറൊരു വിഭാഗമുണ്ട്, ഗർഭിണിയായിരിക്കും വിവാഹമോചനം ചെയ്യപ്പെട്ടവൾ, അവളുടെ ഇദ്ദയുടെ കാലയളവ് എത്രയാണ്? പ്രസവിക്കുന്നത് വരെയാണെന്നും പറഞ്ഞു. ഇതേപോലത്തെ കണക്കല്ല, പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇദ്ദാകാലം കഴിഞ്ഞു എന്നാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ പല ഇടങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചു പോകുന്ന നമുക്ക് പറഞ്ഞു തരുന്ന റബ്ബിന്റെ മതനിയമങ്ങളാണ്, ശരീഅത്താണ്. ഇവിടെ ഒരാൾ വിവാഹം ചെയ്തു, സ്പർശിക്കുന്നതിന് മുമ്പ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ അവളെ ത്വലാഖ് ചെയ്ത് കഴിഞ്ഞാൽ അവൾമാരെന്ത് ചെയ്യേണ്ടതില്ല? ഇദ്ദ ആചരിക്കണ്ട. അള്ളാഹു വെച്ച നിയമമാണ്. കാരണം എന്താ വെച്ചാൽ മുമ്പ് ഈ ഒരു ജാഹിലിയൻ കാലഘട്ടത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിവാഹ ബന്ധത്തിലും ത്വലാഖിന്റെ വിഷയത്തിലൊക്കെ ആളുകൾക്കിടയിൽ കുഴപ്പങ്ങളും സങ്കീർണതകളും സൃഷ്ടിച്ചിരുന്നു. അള്ളാഹുടെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് റബ്ബ് പറഞ്ഞു, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരോട് ബന്ധം സ്ഥാപിക്കുന്നതിന് മുന്നേ. ബന്ധം എന്നുകൊണ്ട് ഉദ്ദേശം അവളെ സ്പർശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം ശാരീരിക ബന്ധമാണ്. ഇപ്പൊ ഖുർആനിൽ ഒരു 4-5ഓളം ടേംസുകൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നക്കഹ, അതേപോലെ തന്നെ തഗ്ഷ, അതേപോലെ എന്താണ് ഖുർബാൻ, സമീപിക്കുക എന്നൊക്കെ പറയുന്ന ചില പദങ്ങൾ, 6-7 പദങ്ങൾ. ഇവിടെ അതിന്റെ വാക്കർത്ഥത്തിൽ അടുക്കുക അല്ലെങ്കിൽ മൂടുക, സ്പർശിക്കുക എന്നൊക്കെ ആയിരിക്കും.
പക്ഷെ അതൊരു ആലങ്കാരികമായി റബ്ബ് പ്രയോഗിച്ചത് അതെന്തിനുള്ള ടേംസ് ആയിട്ടാണ്, ശാരീരിക ബന്ധത്തിന്. അത്രക്കും മഹത്വമായിട്ട് അള്ളാഹു എന്ത് ചെയ്യണം, അതിനെ പറഞ്ഞു പോവാൻ. ശാരീരിക ബന്ധത്തിനെയാണ് റബ്ബ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വിവാഹമോചനം ചെയ്യപ്പെട്ടവൾ ശാരീരിക ബന്ധത്തിന് മുന്നെയാണെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഇദ്ദ ആചരിക്കേണ്ടത്. ഇദ്ദ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എണ്ണിക്കണക്കാക്കാന്ന്. തഅത്തദ്ദുനഹ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ 33 ഖുറൂ എന്ന് പറഞ്ഞു, 4 മാസവും 10 ദിവസവും എന്ന്, ഇതൊക്കെ എണ്ണിക്കണക്കാക്കേണ്ടതാണ്. ആ ഇദ്ദ കാലയളവിൽ ഒരു സ്ത്രീ ആചരിക്കേണ്ടതായത് എങ്ങനെയാണ്, മര്യാദകൾ എന്താണ്, നിബന്ധനകൾ എന്താണ് എന്നൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഇദ്ദ എന്നുള്ളതൊക്കെ. നമ്മൾ വല്ലാതെ വിശദീകരണം അവിടെ കൂട്ടി കൊണ്ടുപോകുന്നില്ല എന്നാണ്, കാരണം കുറച്ചുകൂടി ദൈർഘ്യമേറിയ ഒരു ആയത്തുകൂടി വരാനുണ്ട്. അപ്പൊ എന്താണ് ഇദ്ദ എന്നും എന്താണ് തലാഖ് എന്നും എന്താണ് നിക്കാഹ് എന്നും നമുക്ക് അറിഞ്ഞില്ലേ. നിക്കാഹ് എന്താണെന്നറിയാം. എന്താ നിക്കാഹ്? നമ്മൾ അറിഞ്ഞല്ലേ, ഒരു പിതാവ് തന്റെ മകളെ അല്ലെങ്കിൽ ഒരു വലിയ തന്റെ അധീനതയിലുള്ള ഒരു സ്ത്രീയെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ്. അത് പരിശുദ്ധമായ ഒരു ബന്ധമാണ്. വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു മീസാഖൻ ഖലീല എന്ന റബ്ബ് പറഞ്ഞത്. അള്ളാന്റെ ആയത്താണെന്ന് പറഞ്ഞു. ഭാര്യ ഭർത്താക്കൻ മരീണകളായി റബ്ബ് സൃഷ്ടിച്ചത് ആകാശഭൂമികളെ പടച്ചതുപോലെ തന്നെ റബ്ബിന്റെ ദൃഷ്ടാന്താണ്. പക്ഷെ ഇന്നത്തെ മക്കള് വിവാഹം വേണ്ട, അല്ലെ, അതൊന്നും വേണ്ട, അതൊക്കെ ഒരു ബാധ്യതകളാണ് എന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പോകാനുള്ള രീതിയിൽ പല ലിബറൽ ചിന്താഗതികളിലേക്കും മക്കൾ നടന്നു നീങ്ങുമ്പോൾ ബോധ്യപ്പെടുത്തണം, ഇസ്ലാമിൽ അള്ളാഹു വിശുദ്ധമായി മനുഷ്യലോകത്തിന് സാമൂഹിക ബാധ്യതയായി റബ്ബ് നിലനിർത്തി പോകുന്നതാണ് എന്ത്, വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും കടന്നു വരും. അതിനെ രണ്ടുപേരും നല്ല രൂപത്തിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള റബ്ബിന്റെ ഉപദേശങ്ങളാണ്. എന്നാൽ ചിലപ്പോൾ മുന്നോട്ട് പോയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ത്വലാഖ് ഉണ്ടാകും. ഇനി അതല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ ഖുൽ, അല്ലെ, ഒരു സ്ത്രീക്ക് വിവാഹം അതിൽ നിന്ന് വിടുതൽ തേടാം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇന്ന് റബ്ബ് പഠിപ്പിച്ചത് ഒരൊറ്റ നിയമത്തെയാണ്, ഒരു മര്യാദയാണ് ഈ ആയത്തിൽ. അത് മിൻ ഖബ്ലി അൻ തമസ്സുഹുന്ന, അവളെ സ്പർശിക്കുന്നതിന് മുമ്പ്, സമീപിക്കുന്നതിന് മുന്നെയാണ് വിവാഹമോചനം ചെയ്യപ്പെട്ടതെങ്കിൽ ആ സ്ത്രീ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ഇദ്ദ ആചരിക്കേണ്ടതില്ല. കാരണം ഇദ്ദയുടെ ഹിക്മത്ത്, ഇദ്ദ എന്തുകൊണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവരുടെ കുഞ്ഞുണ്ടോ കുഞ്ഞുണ്ടാവില്ലേ എന്നുള്ള അതിനെ ഉറപ്പുവരുത്താനും കൂടിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ വെച്ചത് എന്ന് വെച്ചാൽ, കാരണം അത് നുണ പറഞ്ഞോ ഇല്ല എന്നുള്ളതും നമുക്കറിയില്ല. തന്നെ സിസ്റ്റം ഇന്നത്തുള്ളത് എന്താന്നുള്ളതും നമുക്ക് കൃത്യമല്ല. അതൊക്കെ ഒരു അനുമാന കണക്കുകളും ഗവേഷണങ്ങളുമാണ്. റബ്ബ് പറഞ്ഞോടത്ത് നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്താണ്, നിങ്ങള് സ്ത്രീയെ സ്പർശിച്ചിട്ടില്ലെങ്കിൽ, ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഇത് ആചരിക്കേണ്ടതില്ല. രണ്ടുപേരും ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ല. അള്ളാഹ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അത് മാത്രല്ല, അങ്ങനാണ്ട് പിരിച്ചു കളഞ്ഞാൽ തീരൂല. ഫമത്തിഊഹുന്ന, റബ്ബ് പറഞ്ഞ അടുത്ത നിബന്ധനയാണ്. വിശ്വാസി മുഅ്മിനീങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. പലപ്പോഴും പലരും വീഴ്ച വരുത്തുന്നതും ഈ ഒരു കാര്യത്തിലാണ്. മത്തിഊഹുന്ന, നിങ്ങൾ അവൾക്ക് മുത്അ നൽകുക. അവൾമാർക്ക്, ഹുന്ന എന്ന് പറഞ്ഞ മുഅ്മിനാത്തുകളാണ് അല്ലെ, അവൾമാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മുത്അ. എന്താ മുത്അ? മുത്അ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അവർക്ക് കഴിയാനുള്ള ചെലവിനൊടുക്കണം, ജീവനാംശം നൽകണം. കാരണം പെട്ടെന്നൊരു വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ അവൾക്ക് മുത്അ കൊടുക്കണം. മുത്അ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, ഇപ്പൊ മുത്അ വിവാഹം അത് വേറെ കൺസെപ്റ്റാണ്, അത് വേറെ രീതിയിൽ പറയും. മുത്അ എന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്നുള്ള നിലത്തും പറഞ്ഞു. മത്താ എന്ന് പറഞ്ഞാൽ ചരക്ക് എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട്. മത്താ, ഇവിടെ മുത്തഅത്ത് കൊടുക്കുക. അഥവാ തലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് ആ പുരുഷൻ എന്ത് ചെയ്യണം, തലാഖ് ചെയ്ത ആള് മുത്ത കൊടുക്കണം, ജീവനാംശം കൊടുക്കണം. അത് എത്രയെന്ന് കണക്ക് പറഞ്ഞോ, നിങ്ങൾ ഇത്ര കൊടുക്കണം. ഇപ്പൊ ചില ആളുകളൊക്കെ അല്ലെ അങ്ങനെ കണക്ക് കൃത്യമായിട്ട്, പക്ഷെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് കൃത്യമായ കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, മത്താഅൻ ബിൽ മഅറൂഫ്, മാന്യമായ ജീവനാംശം കൊടുക്കണം. ഇപ്പൊ ഒരാളെ വഅലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു, അല്ലാഹ് പറഞ്ഞു ഒരു വിശാലമായി ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്ക് വിശാലമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. എന്നാൽ ഞെരുങ്ങി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, വളരെ പ്രയാസപ്പെട്ട്, അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഈ മുത്താഹ് കൊടുത്താൽ മതി. അതിന് കൃത്യമായ ഒരു കണക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യണം, പക്ഷെ അതിലുണ്ട്, അവർക്ക് ഇദ്ദ ആചരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പുരുഷൻ നൽകേണ്ടതാണിത്. പുരുഷൻ നൽകേണ്ട അവരുടെ ആ ഒരു അവകാശമായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്, ഇത് പറഞ്ഞത്. ഇപ്പൊ മുത്തല്ലക്കായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അതിനിപ്പോ ബാക്കിയാണ് ഇനി ഈ പിരിച്ചൊഴുകുന്ന സമയം പറയുമ്പോൾ വശർരിഹൂഹുന്ന ശറാഹം ജമീല, വശർരിഹൂഹുൻ, എന്നിട്ട് അവരെ പിരിച്ചുവിടണം. എങ്ങനെ പിരിച്ചുവിടേണ്ടത്, ശറാഹൻ ജമീല, മാന്യമായിട്ട്. അവിടെ പിന്നെ വൃത്തികെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ പവിത്രതയെ തകർക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിലെ വിവാഹം കഴിക്കുന്നതും വിവാഹം പിരിച്ചുവിടുന്നതും ഭംഗിയാക്കണം എന്നല്ല പറഞ്ഞത്. അപ്പൊ അംസിക്കൂഹുന്ന ബിമഅറൂഫ് ആണ്, സ്ത്രീകളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ മാന്യമായ രൂപത്തിൽ അവരെന്ത് ചെയ്യണം, സ്വീകരിക്കണം, അവരെ പോറ്റണം എന്നാണ്. അംസിക്കൂന, നിങ്ങൾ അവരെ പോറ്റണം എന്നാണ്, മാന്യമായ രൂപത്തിൽ പോറ്റണം. ഇനി അതെല്ലാം നിങ്ങൾ പിരിച്ചു ഒഴിവാക്കുകയാണെങ്കിലോ,
അങ്ങോട്ട് വെട്ടിച്ചേർന്ന് അവളെ നീ നിന്റെ വൈക്ക് പോയിക്കോ എന്ന് പറയലല്ല, അത് മാന്യതല്ല. റബ്ബ് പറയാണ് ശറാഹൻ ജമീല. ജമീല എന്നുള്ളതിന്റെ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അർത്ഥം ഭംഗിയായി. എത്ര സുന്ദരമായിട്ടാണ് അള്ളാന്റെ നിയമം പറഞ്ഞു തരുന്നത് നമുക്ക്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും മുസ്ലിം സമൂഹം അല്ലെ പല ആളുകളിലും വരുന്ന വീഴ്ചകൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മുച്ച കൊടുക്കുന്നതിലാവാം, അതുപോലെ തന്നെ പിരിച്ചുവെക്കുന്ന കാര്യത്തിലാകാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തർക്കങ്ങളിലാകാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത് മാന്യമായ രൂപത്തിൽ അതിനെ നിങ്ങൾ പ്രയോഗിക്കണം, പ്രാവർത്തികവൽക്കരിക്കണം എന്നുള്ള റബ്ബിന്റെ കൽപ്പനയാണ്. ഒരു വലിയൊരു നിയമം റബ്ബ് അവിടെ പറഞ്ഞു സൂചിപ്പിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ. നമ്മൾ പറഞ്ഞു ഈ സൂറത്തിൽ 8-9 തവണ അള്ളാഹു യാ അയ്യുഹൻ നബിയു, നബിയേ നബിയേ എന്ന് വിളിച്ചിട്ടാണ് റബ്ബിന്റെ സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവാട്ടോ. നബിനെ എത്ര മാത്രം അള്ളാഹു ആദരിക്കുന്നു എന്നുള്ളത് ഈ ആയത്ത് പറയുന്നുണ്ട്. ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക, നബിയെ നിനക്ക് നാം നിന്റെ ഇണകളെ അഹ്ലൽന അനുവദിച്ചു തന്നിരിക്കുന്നതാണ്, ഹലാലാക്കി തരാന്നറിയില്ലേ. ഇപ്പൊ നമ്മളറിയില്ല ആരൊക്കെ വിവാഹം കഴിക്കാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞു ചില ആൾക്കാരെ നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല, നമ്മളറിയില്ലേ എന്താണ് മെഹറമായിട്ട് അള്ളാഹ് നിശ്ചയിച്ചു. ചില കുടുംബത്തിൽ ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുടുംബ ബന്ധം പറ്റൂല. പക്ഷെ അടുത്ത ബന്ധം ഉള്ളതുകൊണ്ട് കുടുംബ ബന്ധം ഉള്ളതുകൊണ്ട് വൈവാഹിക ബന്ധം പാടില്ല, മുസാഹറത്ത് പാടില്ല. ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഖാലാത്തുക്കും വഅമ്മാത്തുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് നിസായിൽ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒരു വിഭാഗം ആളുകളെ. ഇവിടെ നബിക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന ചില സ്ത്രീകളെയാണ്. നബിക്ക് വിവാഹം കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചില സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ആദരവാണ്. സ്ത്രീകൾക്ക് നബിന്റെ പത്നിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബുവത്തിന്റെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധിയും നബിയുടെ കൂടെയുള്ള ജീവിതവും പരലോകത്തിന്റെ മൂല്യവും ഒക്കെ മനസ്സിലാക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നബി പത്നിയാവാൻ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാണ്. പക്ഷെ നബിക്ക് എല്ലാവരും വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. നബിക്ക് അള്ളാഹു നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട്. നബിക്ക് ആരെയൊക്കെ വിവാഹം ചെയ്യാം, അതാണ് റബ്ബ് പറയുന്നത്. ഇന്ന അഹ്ലൽനാ ലക അസ്വാജക്, നിനക്ക് നിന്റെ ഇണകളെ നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അഹ്ലൽന നാമാണ്, അള്ളയാണ് അനുവദിച്ചു കൊടുത്തത് നബിനോട് എന്നെ ആളുകളെ വിവാഹം കഴിക്കാം, അതിന് അവകാശം നബിക്കുണ്ട്. അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് നമ്മളെ ചിന്തകൾക്കില്ല, പ്രസക്തി ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിന്റെ ഹിക്മത്തൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അസ്വാജക്, എങ്ങനെയുള്ള അസ്വാജ്? സൗജുൻ ജംആൻ ട്ടോ അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ അല്ലെ. പലപ്പോഴും അതൊരു പുരുഷനാകുമ്പോൾ സൗജ് എന്ന് പറയും, സ്ത്രീ ആകുമ്പോൾ സൗജത്ത് എന്ന് ഉപയോഗിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ചില സമയത്ത് സൗജ് എന്നുള്ളത് സ്ത്രീക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. സൗജത്ത് എന്നതിനപ്പുറത്ത് സൗജി എന്നുള്ളത്, ഇപ്പൊ സൗജി എന്നുള്ളതിന്റെ ജംആണ്, പ്ലൂരലാണ് അസ്വാജ്. സൗജത്ത് എന്നാണെങ്കിൽ സൗജാത്ത് എന്നെന്ത് ചെയ്യണം, പറയണമായിരുന്നു. അപ്പൊ സൗജി എന്നുള്ളത് സ്ത്രീക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. നബിയെ നിന്റെ ഇണകളെ നിനക്ക് നാം അനുവദിച്ചു തന്നതാൻ. അല്ലാത്തി, എങ്ങനെയുള്ളവൾ, എങ്ങനെയുള്ള സ്ത്രീകൾ, ഏതൊരു സ്ത്രീകൾ, ഇനി ഏതൊരു ഇണകൾ എന്ന് റബ്ബ് പറയാൻ. നബിക്ക് ഇണകളായിട്ട് ആരൊക്കെ സ്വീകരിക്കാം? ആതൈത ഉജൂറഹുന്ന, നീ അജ്ർ കൊടുത്ത നിന്റെ ഇണകൾ. അജ്ർ കൊടുത്ത പറഞ്ഞാൽ മഹർ കൊടുക്കുക. മഹർ കൊടുക്കല് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെങ്കിൽ വിവാഹം ചെയ്ത് അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് തൊലാഖ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവൾക്ക് മുത്ത കൊടുക്കണം എന്നാണല്ലേ. പക്ഷേ വിവാഹമോചനം ചെയ്യപ്പെട്ടു, അവൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ മഹർ എന്ത് ചെയ്യണം? സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞു, ശാരീരിക ബന്ധത്തിന് മുമ്പേ അവൾ തൊലാഖ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മഹറിന്റെ പകുതി അവൾ എന്ത് ചെയ്യണം? ഭർത്താവിന് തിരിച്ചു കൊടുക്കണം എന്നാണ്. എന്നാൽ ഭർത്താവിന് മഹറിന്റെ പകുതി തിരിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മേലെന്തില്ല, മുത്ത നിർബന്ധമല്ല. ചില ആൾക്കാർ പറയും മുത്ത കൊടുക്കണ്ടല്ലോ, കാരണം മഹറിന്റെ പകുതി ഞാൻ കൊടുത്തല്ലോ, ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മഹറിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, മുത്ത കൊടുക്കൽ നിർബന്ധമില്ല ഒരു തൊലാഖ് ചെയ്ത പുരുഷനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അയാൾ മഹറിന്റെ പകുതി കൊടുത്തിട്ടില്ല, മഹർ നിശ്ചയിക്കുന്നതിന്റെ മുന്നേ എന്ത് ചെയ്തു, തൊലാഖും ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ മുത്ത കൊടുക്കാൻ നിർബന്ധിതനാണ്, ബാധ്യസ്ഥനാണ് എന്നാണ്. എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് ആ മഹറിൽ എന്തില്ല, അവകാശമില്ല. പിന്നെ മഹർ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല തൊലാഖ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മഹർ എന്ന വാക്കിനെ അജ്ർ എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഖുറാനിൽ മഹർ എന്നുള്ളതിന്റെ, മഹർ എന്ന് പറഞ്ഞ വാക്കിന് വിവാഹമൂല്യം അല്ലെ, മഹർ എന്നും പറഞ്ഞു, സദാഖ് എന്നും പറഞ്ഞു. വിവാഹമൂല്യത്തിന് സദാഖുഹുന്ന, അവൾമാരുടെ വിവാഹമൂല്യം എന്നുള്ള സൂറത്ത് നിസായിൽ ഉപയോഗിച്ചു. സദാഖ്, മഹർ, ഇവിടെ അജ്ർ. അജ്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും കൂലി എന്നാണ്. കൂലി എടുത്ത് ഭാര്യമാരതാക്കുന്നവരുടെ ഉദ്ദേശം ഇവിടെ എന്താ, അവർക്ക് കൊടുത്ത വിവാഹമൂല്യം എന്നാണ്. അപ്പൊ നബി മഹർ കൊടുത്ത സ്ത്രീകളൊക്കെ നബിക്കാരാൻ, നബിയുടെ പത്നിമാരാൻ.
വിവാഹം കഴിക്കേണ്ട രീതി മഹർ കൊടുക്കണം എന്ന് നബിക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇനി നബിക്കാരെ നബിയുടെ ഇണ എന്ന് പറഞ്ഞ വമാ മലക്കത്തി യമീനുക, നബിയെ നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയവൾ, നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിമ സ്ത്രീ നബിയുടെ ഇണയായിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്തത്? അനുവദിച്ചു കൊടുത്തത്. ഇപ്പോൾ മാരിയത്തുൽ ഖിബ്തിയ നബിയുടെ ഒരു അടിമ സ്ത്രീ ആയിരുന്നു. നബിക്ക് എത്ര പത്നിമാരാണ്? നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. നബിന്റെ പത്നിമാരാണ്, അതിൽ നമുക്ക് കൺഫ്യൂഷൻ പാടില്ല. മക്കൾ, ആൺകുട്ടികളെ, അതേപോലെ നബിയുടെ പെൺകുട്ടികളുടെ വിഷയത്തിൽ നമുക്ക്, കാരണം നമ്മളെ ജീവിതത്തിൽ സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം ജീവനേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആദരിക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 പത്നിമാരും പിന്നെ മാരിയത്തുൽ ഖിബ്തിയയും ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. മാരിയയെ ഈജിപ്തിലെ മുഖൗഖിസ് എന്ന രാജാവ് ഹദിയയായിട്ട് കൊടുത്തതാണ്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ മാരിയയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ടായത്. 2 വയസ്സൊക്കത്തിന് മുന്നേ ആ മകനും മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഇതിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിക്ക് ആൺകുട്ടികളിലെ നബി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺമക്കളുടെ പിതാവല്ല എന്ന് പറഞ്ഞ ആയത്തിൽ നമ്മളത് എന്ത് ചെയ്താണ് വിശദീകരിച്ചു പോകുന്നതാണ് ഇതേ സൂറത്തിൽ. ഇനി ഇവിടെ റബ്ബ് പറയാൻ, നബിയെ അങ്ങയുടെ വലത് കൈകൾ അധീനപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകൾ, മിമ്മ അഫ അള്ളാഹ്, അത് എങ്ങനത്തെ അടിമ സ്ത്രീകളാണ്? അഫ അള്ളാഹു ഫൈ ആക്കി തന്ന. ഈ ആയത്തിലൊക്കെ കുറേ വിശദീകരണം ഉണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ. അഫ അള്ളാഹ്, അള്ളാഹു ഫൈ ആക്കി തരും. ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ചിറകെട്ടിപ്പിടിക്കുന്ന മുതലുകൾക്കാണ് എന്ത് പറയാ, പലപ്പോഴും ഫൈ എന്ന് പറയാം, യുദ്ധ മുതലിനൊക്കെ പറയും ഫൈ. അപ്പൊ മിമ്മ അഫ അള്ളാഹു യുദ്ധത്തിലൂടെ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന അടിമ സ്ത്രീകളില്ല നബിയെ, അത് നിങ്ങളുടെ സ്ത്രീകളാണ്, അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഇണയാണ് എന്ന് റബ്ബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് ചിറകെട്ടി പിടിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അല്ലെ ഗനീമത്ത് സ്വത്ത് നമുക്കറിയില്ലേ, യുദ്ധാർജിത മുതല് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മുമ്പുള്ള അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗനീമത്ത് സ്വത്ത് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഫഖർ പറയാറുണ്ട്, എനിക്ക് അള്ളാഹു ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു തന്നു. മറ്റുള്ളവരെക്കാൾ 1/5 നബിയുടെ അവകാശമാണ്, നബി കുടുംബത്തിനുള്ളതാണ് യുദ്ധാർജിത മുതല്. അത് അള്ളാഹു സുബ്ഹാനഹു സൂറത്ത് അൻഫാലില്ലേ, അൻഫാൽ എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധാർജിത സ്വത്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യുദ്ധാർജിത മുതൽ സൂറത്തുൽ അൻഫാലിൽ അത് കൃത്യമായി അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ സൂചനകൾ നൽകി എന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സ്ത്രീകളുണ്ടാകും. കാരണം പിന്നെ അവരെ നോക്കാനും അവരെ നല്ല രൂപത്തിൽ അവരെ പോറ്റാനും ഇവരുടെ ബാധ്യതയാണ്, മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ശത്രുപാളയത്തിൽ നിന്ന് കിട്ടിയ അവരുടെ സ്ത്രീകളെ പിന്നെ അവരുടെ മക്കളൊക്കെ പോറ്റേണ്ട ബാധ്യത ആർക്കുണ്ട്? മുഅ്മിനീങ്ങൾ. ഇവരെ ആക്രമിക്കാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സുന്ദരമായ ചിത്രങ്ങളാണ് യുദ്ധങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളെ നോവിക്കാൻ പാടില്ല, കൃഷിസ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും കേടുവരുത്താൻ പാടില്ല. ഇസ്ലാം അത്രക്കും നല്ല രീതിയിലാണ് എന്ത് ചെയ്തത്, യുദ്ധ നിയമങ്ങളെ പോലും പരിചയപ്പെടുത്തിയത്. അപ്പൊ ആ സ്ത്രീകളെ പോറ്റണം. ആ ഈ സ്ത്രീകളെ പോറ്റെന്ന് പറയുമ്പോൾ ഇണകളായിട്ട് സ്വീകരിക്കാം. അപ്പൊ നബിയുടെ ഈ യുദ്ധാർജിത മുതലായി കിട്ടിയ സ്ത്രീകളെ നബിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കാം, അതാണ് അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. അപ്പൊ ഫൈ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധത്തിൽ നിന്ന് ചിറകെട്ടിപ്പിടിച്ച സ്ത്രീകൾ. അങ്ങനെ കിട്ടിയ സ്ത്രീകളെ നബിക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. അത് അള്ളാഹു അനുവദിച്ചെന്നതാണ്. അള്ളാഹു അനുവദിച്ചെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു വലിയൊരു അനുഗ്രഹമായിട്ട് മുഅ്മിനീങ്ങൾക്ക് കൊടുത്തതാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, ആ സ്ത്രീകൾക്കും ഒരു പക്ഷെ അതൊരു അനുഗ്രഹമാണ്. കാരണം അവരുടെ ഭാവി ജീവിതത്തിന് ഒരു പക്ഷെ ഇതൊരു സുരക്ഷിതമാകാം. കാരണം ഒരു നല്ലൊരു ഭരണകൂടത്തിന്റെ കീഴിൽ നല്ല ഇണകളായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായില്ലേ, ഇസ്ലാമിനെ കിട്ടിയില്ല അവർക്ക്. അതാണ് ഇവിടെ പാരത്രികമായ വിജയമാണ് അവരെന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്. അതാണ് ഇസ്ലാം അവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി നബിക്ക് ആരൊക്കെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം? വബനാതി അമ്മിക, നബിയെ അള്ളാഹു അനുവദിച്ചു കൊടുത്തു, നബിക്ക് വിവാഹം കഴിക്കാൻ അനുവദിച്ചു കൊടുത്തതാണ് നിന്റെ പിതൃവ്യന്റെ പെൺകുട്ടികൾ. ഇബ്നത്തുൻ ജംആണ് ബനാത്, ബിൻതുൻ ജംഅ ബനാത്. പിതൃവ്യന്റെ പെൺകുട്ടികളെ വേണമെങ്കിൽ നബിക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. ഈ ആയത്തുകൾ ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ എന്ന നബിയുടെ പോറ്റുപുത്രൻ, അദ്ദേഹത്തിന്റെ ഇണ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം കഴിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. നബി വിവാഹം ചെയ്തപ്പോൾ മക്കക്കാർ മുഴുവൻ നബിനെ കുറ്റപ്പെടുത്തി. മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കേ? അള്ളാഹ് അതിന് മുന്നേ പറഞ്ഞതാണ്, പോറ്റുപുത്രന്മാർക്ക് ഒരിക്കലും മക്കളുടെ സ്ഥാനമില്ല, സ്വന്തം മക്കളുടെ സ്ഥാനമില്ല. പോറ്റുപുത്രന്മാർ അവരുടെ ഇണകളെ വിവാഹം ചെയ്ത് തലാഖ് ചെയ്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വിവാഹം കഴിക്കുന്നതിൽ എന്തില്ല, പിതാക്കൾക്ക് കുഴപ്പമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. മാത്രമല്ല ഇസ്ലാം ഒരു മധ്യമ നിലപാടാണ്.
ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകും വലിയ തീവ്രവാദത്തിലേക്കോ ഇനി അതല്ല തീരെ ഇല്ലായ്മയിലേക്കോ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇനിയുള്ള ആഴ്ചകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മധ്യമ നിലപാടാണ്. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം വളരെ മധ്യമ നിലപാടാന്നുള്ളത് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വബനാത്തി അമ്മിക്ക, നിന്റെ പിതൃവ്യന്റെ മക്കളെ, നിനക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്യാം. വബനാത്തി അമ്മത്തിക്, അമ്മാത്തിക് എന്ന് പറഞ്ഞാൽ വബനാത്തി അമ്മാത്തിക് എന്ന് പറഞ്ഞാൽ പിതൃവ്യൻ, മറ്റു പിതൃവ്യന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇവർ നബിയുടെ ഉപ്പയുടെ സഹോദരിമാര്, ഉപ്പയുടെ സഹോദരി, മറ്റേത് ഉപ്പയുടെ സഹോദരന്മാരാണല്ലോ. സഹോദരന്മാരുടെ പെൺമക്കളെ വിവാഹം കഴിക്കാം, സഹോദരിമാരുടെ പെൺമക്കളെയും വിവാഹം കഴിക്കാം. വ ബനാത്തി ഖാലിഖ്, നബിയെ നിന്റെ അമ്മാവൻ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ണൂർക്കാരും മലപ്പുറത്തേരൊക്കെ ഉണ്ടാവും, അവർക്ക് അമ്മാവൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റം ഉണ്ടാവും. അമ്മാവൻ ഇവിടെ ഉദ്ദേശിച്ച ഖാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഖാലി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. ഉമ്മയുടെ സഹോദരന്റെ മകളെ വിവാഹം കഴിക്കാം. ഉമ്മയുടെ സഹോദരിയെ അല്ല, ഉമ്മയുടെ സഹോദരന്റെ മകളെ. ഇനി വ ബനാത്തി ഖാലാത്തിക്ക, ഉമ്മയുടെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കാം നബിക്ക് വേണമെങ്കിൽ. ഇത് അള്ളാഹ് അനുവദിച്ചു കൊടുത്തു, മഹറമല്ല. നബിക്ക് നബിയുടെ നബിയുടെ എന്താണ് പിതൃവ്യന്റെ സഹോദരിമാരെ പെൺമക്കളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം. നബിക്ക് നബിയുടെ പിതൃവ്യന്മാരുടെ, അതായത് ഉപ്പയുടെ സഹോദരന്മാരുടെ പെൺമക്കളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അല്ലേ? ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തതാണ്. ഇനി അല്ലാത്തി, ഇവർക്കൊക്കെ ഒരു വിശേഷണവും റബ്ബ് പറഞ്ഞു. എങ്ങനെയുള്ള പിതൃവ്യ പുത്രിമാർ, എങ്ങനെയുള്ള പിതൃവ്യ സഹോദരി പുത്രിമാരാവണം, എങ്ങനെയുള്ള എന്താണ് ഉമ്മയുടെ സഹോദരിമാരുടെ പുത്രിയാവണം, എങ്ങനെയുള്ള ഉമ്മയുടെ സഹോദരന്മാരുടെ പുത്രിയാകണം. അല്ലാത്തി ഹാജർന മഅക, നിന്റെ കൂടെ ഹിജ്റ പോന്നവൾ, നിന്റെ കൂടെ ഹിജ്റ പോകുന്ന ആളുകളായിരിക്കണം ഈ പറഞ്ഞ വിഭാഗമൊക്കെയാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു അപ്പൊ അതിൽ ഹിജ്റ വരാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല നബിക്ക് എന്ന് തോന്നിപ്പോവും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഹിജ്റ എന്ന് പറയുന്നത് നിർബന്ധമായിരുന്നു മക്ക കാലഘട്ടത്തിൽ. ഇസ്ലാമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമികമായി ജീവിക്കണമെങ്കിൽ മദീനയിലേക്ക് ഹിജ്റ പോകണേ. അന്ന് നിർബന്ധമാണ്. അന്ന് ഈ വിശ്വാസമുള്ള മുഅ്മിനാത്തുകൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മദീനയിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട ആളുകൾ മദീനയിലുണ്ട്, ഇവർക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാം? അവരെ വിവാഹം ചെയ്യാം. ഇനി നബിക്ക് പറഞ്ഞു വേറെ ഒരു തരം വിഭാഗം. ഇപ്പൊ ഈ പറഞ്ഞ ആളുകളെ നമുക്കും പറ്റും. ഏത് നമുക്ക് പറ്റുന്ന മുഅ്മിനീങ്ങൾക്കും പറ്റും. പിതൃവ്യന്റെ സഹോദരി അല്ലെ, പിതൃവ്യന്റെ പുത്രിമാർ, അതുപോലെ തന്നെ പിതൃവ്യ സഹോദരി പുത്രിമാർ, ഇവരൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മുഅ്മിനീങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഈ പറയപ്പെട്ട നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? വബനാത്തി അമ്മിക വബനാത്തി അമ്മാതിക വബനാത്തി ഖാലിക വബനാത്തി ഖാലാതിക എന്ന് പറഞ്ഞ വിഭാഗങ്ങളെ മുഅ്മിനീങ്ങൾക്കും വിവാഹം കഴിക്കാം. പക്ഷേ ഈ മുകളിൽ പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന നബിക്ക് മാത്രം പ്രത്യേകമാണ്. അതെന്താണ്? റബ്ബ് പറയുന്നു വംറഅതൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീ. എങ്ങനെയുള്ള മുഅ്മിനത്തായ സ്ത്രീ? ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, അവൾ അവരുടെ ശരീരത്തെ നബിക്കായി സമ്മാനം, ഹിബ എന്നറിയില്ല നമ്മൾ, ഹിബ സമ്മാനമായിട്ട് നബിക്ക് വേണ്ടി സമർപ്പിച്ചാൽ അവളെയും നബിക്ക് എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. അതൊക്കെ തോന്നിപ്പോകുമ്പോൾ നബി എന്താ വിവാഹം കഴിക്കാനായിട്ട് നിന്നതാന്ന് തോന്നിപ്പോകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്ന ചില ഇളവുകളാണ്. ചില ഇളവുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അള്ളാഹുവിന് മാത്രം കൃത്യമായ ധാരണയുള്ള റബ്ബിന്റെ ചില ഹിക്മത്തുകളുണ്ട്. ഇപ്പൊ നബിയുടെ പല വിവാഹങ്ങളും എടുത്തു നോക്കുമ്പോൾ ആ അത്ഭുതമായിട്ട് നമുക്ക് തോന്നുക. അള്ളാഹ് അനുവദിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പൊ നബി പറഞ്ഞില്ലേ, നബിക്ക് ആവശ്യമുള്ളവരെ നബിക്ക് തിരഞ്ഞെടുക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് നബിക്ക് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പത്നിമാരെ എടുത്തു നോക്കുമ്പോഴും 12.5 ഊഖിയയായിരുന്നു നബി മഹറായിട്ട് കൊടുത്തിരുന്നത്. 12.5 ഊഖിയ എന്ന് പറയുമ്പോൾ ഒരു ഊഖിയ എന്ന് പറയുന്നത് 40 ദിർഹമാണ്, 40 വെള്ളി നാണയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ, ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? മഹർ കൊടുത്തിട്ടില്ല. കാരണം ഇവർക്ക് എന്താണ്, ഇവരെ യുദ്ധാർജിതം മുതലായിട്ട് കിട്ടിയതായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഇസ്ലാമായിരുന്നു അവരുടെ മഹർ എന്നെന്ത് ചെയ്തു? സഫിയ ബീവിന്റെ ചരിത്രത്തിലും ജുവൈരിയ ബീവിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാം. എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ 12.5 ഊഖിയയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? മഹറായിട്ട് നിശ്ചയിച്ചത്. ഒരാള് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത് നജ്ജാഷിയാണ്, അബീസിനിയയിലെ ചക്രവർത്തി നജ്ജാഷിയാണ്. നജ്ജാഷി അന്ന് മഹറായിട്ട് കൊടുത്തത് എത്ര എന്നറിയാം നബിക്ക്? കാരണം അന്ന് വലിയ ഹബീബ റളിയല്ലാഹു അൻഹയുടെ വലിയ നജ്ജാഷിയാണ്. നജ്ജാഷി അന്ന് ഹബീബയെ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ റസൂലുള്ളാഹിക്ക് 400 ദീനാർ, 400 സ്വർണ്ണ നാണയമാണ് എന്ത് ചെയ്തത്?
ഇവർക്ക് മഹറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത് എന്നാണ്. നബിക്ക് വേണ്ടി 400 ദീനാറ് നജ്ജാശിയോടെ കൊടുത്തു എന്ത് ചെയ്തു പറയപ്പെടുന്നു. 400 സ്വർണ്ണ നാണയം. ഏതായാലും ഓരോന്നിനും ഓരോ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഇനി നബിന്റെ അടുത്ത് പോയിട്ട് ഏതെങ്കിലും സ്ത്രീകള് എൻ്റെ ശരീരം നബിക്ക് തരാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ നബിക്ക് എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. മഹർ കൊടുക്കണ്ട. കാരണം അവിടെ മഹറായി നിശ്ചയിച്ചത് അവളുടെ ശരീരമാണ്. ഈ ഹദീസ് ഈ ആയത്ത് ഇറങ്ങണതിന് മുന്നേ ആയിഷ ബീവി പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ വന്ന് പറയണേ എനിക്ക് ഭയങ്കര ഈറയായിരുന്നു. ഞാൻ ഇവരെങ്ങനെ പറയാണ്ടാണെങ്കിൽ അതിനൊരു സാഹചര്യം വേണ്ടേ? ഒരു സ്ത്രീ വന്നിട്ട് അവളുടെ ശരീരം ഒരാൾക്ക് കൊടുക്കണമെന്ന് പറയണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്? കാരണം ഈമാൻ എന്താണെന്നും നബിയുടെ നുബുവത്ത് എന്താണെന്നും ഇത് കഴിഞ്ഞാൽ പരലോകത്ത് നബിയുടെ പത്നിയായി കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടം എന്താണെന്നും തിരിച്ചറിഞ്ഞാൽ ഏത് പെണ്ണും വന്നിട്ട് എന്ത് ചെയ്യും? നബിയെ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് എന്ത് ചെയ്യും? ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് ഖൗല റളിയല്ലാഹു അൻഹ ഇതേപോലെ വന്നു. പക്ഷെ ഇങ്ങനെ നബിന്റെ അടുത്ത് വന്ന ആരും നബി വിവാഹം ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ശരീരം നബിക്കാണ് എന്ന് പറഞ്ഞ് വന്ന ഒരു സ്ത്രീയായി നബി എന്ത് ചെയ്തിട്ടില്ല? വിവാഹം ചെയ്തിട്ടില്ല. അത് ഇബ്നു ഹജർ അസ്ഖലാനി ഈ ആയത്തിന്റെ ഒക്കെ വിശദീകരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കുറെ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. ഞാൻ വല്ലാതെ ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല. കുറേ സംഭവങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിലും വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. നബി ആരെയും അങ്ങനെ വിവാഹം ചെയ്തു. പക്ഷെ വന്നു ഖൗല റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബിയെ എന്നെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? താല്പര്യം എടുത്തിട്ടില്ല. വേറെ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ അങ്ങനെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരു സ്വഹാബി, ഒരു കയ്യിൽ ഒരു എന്താ പറയാ നമ്മളെ ഒരു നാണയം പോലും ഇല്ലാത്തൊരു സ്വഹാബി അരികത്തുണ്ടായിരുന്നു. നബിയെ അവിടെ എനിക്ക് കെട്ടിച്ചു വരുമെന്ന് വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ മഹർ കൊടുക്കുക? വെറുതെ കെട്ടിച്ചു തരാൻ പറ്റില്ല, എന്താ മഹർ കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിനോട് പറഞ്ഞു, നബി എൻ്റെ അടുത്തൊന്നുമില്ല. അപ്പോ ആകെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ഇട്ട വസ്ത്രമുണ്ട്, ഇത് വേണമെങ്കിലും ഒന്നാ ഊരി കൊടുക്കാന്ന് പറഞ്ഞു. അത് ആകെയുള്ള പിന്നെന്താ ഉണ്ടാവും? കുപ്പായ ഊരിയാൽ പിന്നെ ഉണ്ടായാല് ഇസാർ അനാരയുടുപ്പാണ്. അപ്പൊ നീ എന്താ ഉടുക്കാന്ന് ചോദിച്ചു. അപ്പോ അതെന്തല്ല, അത് പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇരുമ്പിന്റെ ഖാത്തമെങ്കിലും മിൻ ഹദീദിൻ ഖാത്തമുൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ കഷ്ണം എന്തെങ്കിലും, ഒരു പച്ച ഇരുമ്പ് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അതും ഇല്ലാന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമില്ല, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും കൊടുക്കാനില്ല എന്നാണ്. മാ മഅക മിനൽ ഖുർആൻ, ഖുർആൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഥ വക്കഥ ഇന്ന സൂറത്തുകൾ ഞാൻ ഹിഫ്ളാക്കിയെന്ന് റസൂൽ പറഞ്ഞു. ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് ഞാൻ നിനക്ക് അവളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കെട്ടാൻ വന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ആ ഹദീസിന്റെ ഭയങ്കരമായ ദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ കാണാ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പോയിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. നബി എന്താ അടുത്ത് പറയാൻ വിചാരിച്ചിട്ട് കാത്തുനിന്നിട്ട് അങ്ങനെ അവസാനം നബി ഒന്നും പറയണില്ല. കാരണം ഈ വസ്ത്രം ഊരി കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ സ്ത്രീയും പോയിട്ടില്ല. ഈ സദസ്സിൽ നബിന്റെ കൂടെ വന്ന്, കാരണം ഈ സ്ത്രീ ഇവരെ വിവാഹം കഴിക്കാൻ അവർക്കും കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിവാഹം നടത്തി തന്നു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ട്, ആ സദസ്സിൽ തന്നെ. പിന്നെ ഈ സ്വഹാബി എണീറ്റ് പോവാൻ നിൽക്കണം. കാരണം ഇനിയിപ്പോ ഏതായാലും വിവാഹം നടക്കൂലല്ലോ എന്ന് കരുതി തിരിഞ്ഞു പോണ സമയത്ത് റസൂലുള്ളാഹി വിളിപ്പിച്ചത്, ഇവിടെ വാ, ഇരുമ്പിന്റെ കഷ്ണം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഖുർആൻ ഉണ്ടോ? ഉണ്ട്. എന്നാ കെട്ടിച്ചു എന്നാണ് റസൂലുള്ളാഹി എന്ത് ചെയ്തത്? അവരെ മടക്കി വെച്ചത് എന്നാണ്. അപ്പൊ ഈ ഹദീസിനെ ഞാനിപ്പോൾ ഉദ്ധരിച്ചത്, ആ സ്ത്രീ ആദ്യം വന്നത് വഹബത്ത് നഫ്സഹ ലിന്നബി, അവളുടെ ശരീരത്തെ നബിക്ക് സമർപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെ വരുന്ന സ്ത്രീകളെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നാണ് നമ്മളെ ഉമ്മ ആയിഷ ബീവി പറയാറുണ്ടായിരുന്നത്. പക്ഷെ അത് അവരുടെ ഈമാനായിരുന്നു അവരെ കൊണ്ട് അത് പറയിപ്പിച്ചത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിന്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ നബിക്കൊരിക്കലും സ്ത്രീകളോടൊരു പ്രത്യേക മമതയും, പലപ്പോഴും യുക്തിവാദികൾ വരെ എടുത്തിട്ട് അറിയാം നബി സ്ത്രീലമ്പടനാണ്, നഊദു ബില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഒരിക്കലല്ല. നബിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ത്രീകളെ. നബി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്ത്രീകളും അത്തറും. ഹുബ്ബിബ ഇലയ്യ അത്തീബു വന്നിസാ, എനിക്ക് സ്ത്രീകളും അത്തറും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. ഏത് സ്ത്രീകളെ നബിക്ക് ഇഷ്ടം? നബിന്റെ സ്ത്രീകളെ, നബി വിവാഹം കഴിച്ച സ്ത്രീകളെ നബിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഫങ്കിഹുൽ വദൂദ വൽ വലൂദ്, നന്നായി പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്നവളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. നല്ലോണം സ്നേഹിക്കുന്ന ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ. അത് നബിയുടെ വാക്കുകളിൽ കാണാം. ആയിഷ ഒരു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, നബിയെ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആയിഷ എന്ന് പറഞ്ഞു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആയിഷ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചാൽ അതല്ല, ആണുങ്ങളെ കൂട്ടത്തിൽ ആരെ ഇഷ്ടം? അബൂഹ എന്നും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണെന്നും പറഞ്ഞു. ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് പത്നിമാരെ നന്നായി സ്നേഹിക്കുന്ന നബിയെയാണ്
ആ നബിയെ സ്നേഹിച്ച ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹ ഖാലിസതൻ ലക്, അല്ലേ? ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹ, നബിക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്യാം, വിവാഹം ചെയ്യാം, നിക്കാഹ് ചെയ്യാം. അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. ഖാലിസതൻ ലക്, ഇത് നബിക്ക് മാത്രമുള്ളതാണ്. ഖാലിസതൻ ലക് എന്ന് പറഞ്ഞാൽ നബിക്ക് മാത്രം. ഖാലിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കം എന്നൊക്കെയാണ്. നബിക്ക് മാത്രം അള്ളാഹു കടഞ്ഞെടുത്തു കൊടുത്തൊരു തീരുമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇത് ഈ വിഷയം ആർക്ക് ബാധകമല്ല, മറ്റു വിശ്വാസികൾക്ക് ഇങ്ങനൊന്നും ഇല്ല കേട്ടോ. ആരെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് അത് മറ്റു മുഅ്മിനീങ്ങൾക്കില്ല, അത് നബിക്ക് മാത്രമേ ഉള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിനെ ഇഷ്ടപ്പെട്ട് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണെന്നാണ് ഇവിടെ. മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേക നിയമങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടുമുണ്ട്. എങ്ങനെയൊക്കെ ആവണം, ആരൊക്കെ ആവണം, എങ്ങനെയൊക്കെ ആവണം വിവാഹം എന്നുള്ളത്. അതാണ് റബ്ബ് പറഞ്ഞത്, ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം, അവരുടെ മേൽ നാം വിധിച്ചത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. റബ്ബ് പറയുന്നു, ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫി അസ്വാജിഹിം, അവരുടെ ഇണകളുടെ വിഷയത്തിൽ അവരുടെ മേൽ ഞാൻ നിർബന്ധമാക്കിയത് എന്താണ് എന്ന് നമുക്കറിയാം. അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കിയില്ല. എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, നിക്കാഹ് എടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു വലിയ വേണം, ഒരു വലിയ വേണം, രക്ഷാധികാരി വേണം. ആർക്ക്? പെണ്ണിന്, അല്ലേ? പെണ്ണിന് രക്ഷാധികാരി ഇല്ലാതെ വിവാഹം സാധുവല്ല എന്നാണ് ഇസ്ലാമില്. രക്ഷാധികാരി മാത്രം പോരാ, മഹർ കൊടുക്കണം, സാക്ഷികൾ വേണം, അല്ലെ? സാക്ഷികൾ വേണം. ഇതൊക്കെ ഇസ്ലാം വെക്കുന്ന നിയമങ്ങളാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള എന്തൊക്കെ അവരുടെ മേൽ നിർബന്ധമാക്കി എന്നുള്ളത് നമുക്കറിയാം. അത് വേറെ സൂറത്തുകളിൽ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ മലക്കത്ത് ഐമാനുഹും, അവരുടെ വലത് കൈകളോട് ഉടമപ്പെടുത്തുന്ന വിഷയത്തിലും മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് അടിമ സ്ത്രീകൾ, മുമ്പുള്ള കാലഘട്ടത്തിലെ അടിമ സ്ത്രീകളുടെ വിഷയത്തിലും നിർബന്ധമാക്കിയ കാര്യം എന്താണ് എന്ന് നമുക്കറിയാം. ലികൈലാ യകൂന അലൈക ഹറജുൻ, നബിയെ അത് നിങ്ങളുടെ മേൽ, താങ്കളുടെ മേൽ ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയാണ്. നബിക്ക് ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല, ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള റബ്ബിന്റെ തീരുമാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് കൊടുത്ത റബ്ബ് ഒരിക്കലും നബിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് പരീക്ഷിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹ് തുനിഞ്ഞിട്ട്. ഒരു വിഷമം വരുമ്പോഴേക്കും ആ വിഷമം മാറ്റി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിലുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. നബിയെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലികൈ ലാ യകൂന അലൈക ഹറജുൻ, ഒരു ഹറജും അങ്ങയുടെ മേൽ വരാതിരിക്കാൻ. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു തീർച്ചയായും അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു കരുണാനിധിയാണ്. അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കട്ടെ, അള്ളാഹിന്റെ മഗ്ഫിറത്ത് ലഭിക്കട്ടെ. വളരെ സുദീർഘമായ ഒരു ആയത്താണ്, ഒരുപാട് വിഷയങ്ങൾ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. വളരെ സംക്ഷിപ്തമാക്കി എന്ത് ചെയ്തിട്ടുള്ളൂ, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ എത്രമാത്രം കാര്യങ്ങൾ വ്യക്തമായി എന്നറിയില്ല. അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി അമാനി മൗലവിന്റെ തഫ്സീറിൽ നിന്ന് ഇതിന്റെ ഭാഗത്തെ വായിച്ചെടുക്കണമെന്ന് ഞാൻ വിനീതമായി ആവശ്യപ്പെടാൻ. അമാനി മൗലവിന്റെ തഫ്സീർ വളരെ വിശദമായി ഈ 50-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഒരു കുറച്ച് സമയം ചെലവഴിച്ചതൊന്ന് വായിച്ചെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു 10 മിനിറ്റോ 20 മിനിറ്റിലോ ഒതുങ്ങുന്നതല്ല ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ. എന്നാലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റബ്ബിന്റെ കൽപ്പനകളെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിനെ ജീവിതത്തിൽ പകർത്തുന്ന, അതിനെ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഇണകൾ, നമ്മൾ നിക്കാഹിച്ചുകൊണ്ടു വന്ന നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. അതിൽ നിന്ന് റബ്ബ് നമുക്ക് തന്ന മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാതെ കുറെ വിഷമിക്കുന്ന ആളുകളുടെ വിവാഹം കഴിഞ്ഞിട്ടും അള്ളാഹു അവർക്ക് സന്താന സൗഭാഗ്യം കൊടുക്കട്ടെ. അല്ലെ, ഇനി വിവാഹം കഴിയാതെ തന്നെ വിവാഹത്തിന്റെ അതിലേക്ക് എത്തിയിട്ട് പ്രായം എത്തിയിട്ടും വിവാഹം കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് വിവാഹത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. അള്ളാഹു അവർക്ക് എല്ലാവിധ പ്രാപ്തിയും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോകുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ കേട്ടത് വല്ലാത്ത ദുരന്തമായ വാർത്തകളായിരുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിലും, സൗദി അറേബ്യയിലെ മദീനയിലും, അതുപോലെ തന്നെ ദുബായിലെ, കഴിഞ്ഞ അബുദാബിയിലും ഒക്കെ നടന്ന വാഹനാപകടങ്ങൾ. ദുനിയാവിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ദുനിയാവിൽ റബ്ബ് തന്നതൊക്കെ റബ്ബ് എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. അത് സമ്പത്തായാലും സന്താനങ്ങളായാലും. പക്ഷെ ആ സമയത്ത് ക്ഷമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് വല്ലാത്ത തൗഫീഖാണ്. അള്ളാഹു ക്ഷമാലുക്കൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ കുടുംബത്തിന് അള്ളാഹ് ക്ഷമ കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമായി നല്ലത് കൊടുക്കട്ടെ. നമ്മുടെ സഹോദരൻ, ഇവരുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു അവരുടെ കുടുംബത്തിന് ആശ്വാസം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. റിയാദിലായിരുന്നു അവർ മരണപ്പെട്ടത്. പെട്ടെന്ന് ഹൃദയാഘാതം വന്നതാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഒക്കെ റബ്ബ് നിശ്ചയിക്കുന്നതാണ്. പക്ഷെ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് തോന്നും. അള്ളാഹു അവർക്ക് കുടുംബത്തിനൊക്കെ ആശ്വാസം കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. ഈമാനോടുകൂടിയുള്ള ഒരു മരണം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആക്കിബത്തൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ, നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ, രഹസ്യവും പരസ്യവുമായ ഒരുപാട് തിന്മകൾ വന്നു പോകുന്നവരാണ്. അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ നിന്ന് വേർപ്പെട്ടവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ, റഹ്മത്ത് ചൊരിയണേ, മഗ്ഫിറത്ത് നൽകണേ.
അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ദീർഘായുഷ്യം നൽകണേ, അവിടെ തിന്മകൾ വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അള്ളാഹുവെ. ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ച് തരണേ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റി തരണേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.